എല്ലായിടത്തും ഞാൻ പറയുന്ന ചെറിയൊരു തമാശയാണ്. ഞാൻ തമാശയായിട്ടല്ല, ഞാൻ കാര്യം മനസ്സിലാക്കാൻ പറയാം. ഒരുപക്ഷെ പറയുമ്പോൾ എന്തെങ്കിലും അറിയാതെ വന്ന് പോയാൽ നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കണം. കാരണം ഞാൻ ആരെയും പേരോ ഒന്നും എനിക്കറിയില്ല, മനഃപൂർവ്വം ഒന്നുമില്ല. നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്ത് നിങ്ങൾ കേട്ട് കാണും. എന്നാലൊന്ന് പറയാൻ വാതിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മുത്ത് നബിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നൊരു ജീവിയുണ്ട്, അതിൻ്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. അതിൻ്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുപോലെ ഉസ്താദന്മാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും ചിരിക്കാണ്, എല്ലാവരും പൊട്ടി പൊട്ടി ചിരിക്കാണ്. ഞാൻ വിചാരിച്ചു, പടച്ചോനെ, കാസർഗോഡ് ഭാഗത്ത് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ചീത്ത വല്ലോ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു നോക്കി വെള്ളിമൂങ്ങ. അപ്പോഴും ചിരിയ ആൾക്കാർ. ഞാൻ പതുക്കെ മൈക്ക് ഓഫ് ആക്കിയിട്ട് പള്ളിയിൽ ഉസ്താദ് ബാക്കിയുണ്ട് ചോദിച്ചു, ഉസ്താദെ ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ചീത്ത അല്ലാണോ? ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മൈക്ക് ഓഫ് ആക്കി. ആ മൈക്ക് ഓഫ് ആക്കി എന്ന് പറഞ്ഞു. ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാലേ നമ്മുടെ പള്ളി പ്രസിഡന്റിന് ആൾക്കാർ വിളിക്കണ പേരാ വെള്ളിമൂങ്ങ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മൂപ്പര് വേദിയിലുണ്ട്, ഇത് നമുക്കറിയോ? അപ്പൊ അതുകൊണ്ട് അറിയാതെ എന്തെങ്കിലും വന്ന് പൊരുത്തപ്പെട്ടേക്കണം. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചോടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചോടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി തീരുമേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി തീരുമേ. പൊന്നുപ്പയെന്ന വിളിയും മക്കൾ മാറ്റുമേ, നിന്നുറ്റവർ പോലും അതേറ്റു ചൊല്ലുമേ. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള്, നാം ചിതലരിച്ചു തീരും ഒടുവിൽ മണ്ണില്. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള്, നാം ചിതലരിച്ചു തീരും ഒടുവിൽ മണ്ണില്. ഇതിനുള്ളിലില്ല രക്ഷയാർക്കും പാരില്, എല്ലാം വിട്ടെറിഞ്ഞു പോണം പള്ളിക്കാട്ടില്. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലേ, പൊള്ളിടുന്ന ചോടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റു പണ്ഡിത വരേണ്യന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നൽവഴികളിലൂടെ സൽപാന്താവിലൂടെ സായുജ്യമടയാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത, മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മർദകമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ കാലൊച്ചകൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന കാലുഷീക ലോകത്തിന് കാട്ടിക്കൊടുത്ത
കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ നൽവഴികളിലൂടെ ജീവിതം ജീർണതയില്ലാതെ ജീവസുറ്റതാക്കി ജീവിച്ചു തീർക്കുവാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ സന്തോഷത്തിന്റെ വീടാക്കി ആനന്ദത്തിന്റെ വീടാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹു ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രതയുമായ ഈ സദസ്സിലേക്ക് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വളരെയേറെ അർത്ഥവത്തായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ദുആ ചെയ്യുന്ന, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ആമീൻ പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട പൗരുഷയാക്കപ്പെട്ട സദസ്സില നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ദിക്റുകളും സ്വലാത്തുകളുമെല്ലാം അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ഈ നാടും ഈ മഹല്ലും വളരെയേറെ അർത്ഥവത്തായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. നമുക്ക് ബുദ്ധിമുട്ടും കടങ്ങളും വിഷമങ്ങളും നൊമ്പരങ്ങളും ഉള്ളതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം, അവന്റെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണം, അവന്റെ നൊമ്പരങ്ങൾ മാറ്റിക്കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാണ് ഈ മഹല്ലത്തിന്റെ ഭാരവാഹികളും ഈ നാട്ടുകാരും ഇതുപോലെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കടന്നു വരുന്നത്? നമ്മൾ വലുതുപോലെ നല്ലതുപോലെ ചെയ്യുന്ന ആളുകൾ ആണ് എന്നറിയിക്കാൻ വേണ്ടിയല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വല സൗഫ യർലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട പൊരുത്തത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സാധുക്കൾക്ക് വീട് വെച്ച് അതുപോലെ സ്ഥലം മേടിച്ചു ഇതുപോലെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കടന്നു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഖുർആൻ പറഞ്ഞിട്ടാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിലൂടെ ഒഴുകി വരുന്ന അരുവി, ആ ഒരു അരുവിയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ, ആ ഒരു അരുവിയെ ആനന്ദം ചെയ്തുകൊണ്ട് വരവേൽക്കാൻ, ആ ഒരു സന്തോഷത്തിന്റെ പെയ്മാനികൾ പെയ്തിറങ്ങുന്ന ആ ഒരു അരുവി അത് സന്തോഷകരമായിട്ട് മനസ്സിൽ കൊണ്ടുവരാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യൻ ചെയ്യാൻ അല്ലാഹു പറഞ്ഞതാണ് സാധുക്കളെ സഹായിക്കാൻ. അവരുടെ കണ്ണുനീര് മാറ്റിക്കൊടുക്കുക, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുക. ഒരുപക്ഷെ നമ്മളും കടങ്ങൾ കൊണ്ട് വലയുന്നവരായിരിക്കാം, നമ്മളും വിഷമങ്ങൾ കൊണ്ട് വലയുന്നവരായിരിക്കാം. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ കടന്നു പോയാലും നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിന്റെ കീഴിൽ ഉള്ള എല്ലാവരും ഒരുപോലെ സമ്പന്നരായിരിക്കണമെന്നില്ല. വീടിന്റെ ഉള്ളിൽ വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളുമായി കണ്ണുനീരോടെ വീട്ടിന്റെ അകത്തട്ടിൽ കഴിഞ്ഞുകൂടുന്ന ആയിരക്കണക്കാന ആളുകൾ നമ്മുടെ മഹല്ലത്തിന്റെ ചുറ്റുഭാഗത്തും കണ്ടേക്കാം. ഒരുപക്ഷെ പുറത്തിറങ്ങിയിട്ട് ഞാൻ സാധുവാണെന്ന് പറയാൻ മടിച്ചിട്ട്, എന്റെ മകളെ കെട്ടിക്കാൻ നിവർത്തിയില്ല എന്ന് പറയാൻ മടിച്ചിട്ട്, എനിക്കൊരു വീടില്ല എന്ന് പറയാൻ മടിച്ചിട്ട്, എനിക്ക് രോഗമാണ് അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് മടിച്ചിട്ട് പല ആളുകളും പറയാതിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണമെങ്കിൽ കോടിക്കണക്കാന സമ്പത്തിന്റെ ഉടമസ്ഥരായിട്ട് മാറാമായിരുന്നു. മുസ്തഫ നബി തങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഖ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ,
മിസ്കീനായിട്ട് ജീവിപ്പിച്ച് മിസ്കീനായി തന്നെ മരിപ്പിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സാധുക്കളെ ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണമെന്ന് ലോകത്തിന്റെ രാജകുമാരൻ നമ്മുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ഇങ്ങനെ ചൊല്ലണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് സദസ്സ് അവിടെ ഉള്ളത്? അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ കടന്നു വന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് എപ്പോഴും സ്വഹാബത്ത് കടന്നു വരാറുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവും പവിത്രതയുമായ ദീനിനെ ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷകരമായി കൊണ്ടുവരാനും ഹബീബിന്റെ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായിരുന്നു. ഒരു വേള മസ്ജിദ് നബവിയുടെ ചാരത്ത് ഹബീബ് ഇരിക്കുമ്പോ ആ സമക്ഷത്തിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറയുകയാ. റസൂലല്ലാഹ്, ഈ ഒരു സമക്ഷത്തിലേക്ക് ഞാൻ അന്ന് കടന്നു വന്നത് എന്റെ ജീവിതത്തിന് ഉപകാരമുള്ള സന്തോഷമുള്ള ആനന്ദമുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം, ചില കാര്യങ്ങൾ പഠിക്കാനും പറയാനും ചർച്ച ചെയ്യാനും വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്ന ഉസ്മാൻ, എന്തേ ചോദിച്ചു പോയത് ഉസ്മാൻ? അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായി റസൂലുള്ളാഹിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, ഇവിടത്തേക്കൊന്ന് കടന്നു വന്നതിന്റെ മാനദണ്ഡം എന്തെന്നറിയോ? ഞാൻ നിസ്കരിക്കുന്നുണ്ട് നബിയേ, നോമ്പെടുക്കുന്നുണ്ട് നബിയേ, സകാത്ത് കൊടുക്കുന്നുണ്ട് നബിയേ, സ്വതക്ക ചെയ്യുന്നുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, എല്ലാത്തിലും ഈമാനികമായ ഒരു ചിന്ത കടന്നു വരാ, സന്തോഷത്തിന്റെ പെയ്മാരുകൾ കടന്നു വരാ, ആനന്ദത്തിന്റെ പെയ്മാരുകളൊന്ന് കടന്നു വരാൻ കടന്നു വന്നതാണ് സ്വഹാബ, കടന്നു വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മനസ്സിലായിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി ഇത് പറയുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുകൂടെ ചോദിക്കാണ്, എന്താണ് പറഞ്ഞു എന്ന് പറയോ? അവിടെ വെച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് മറുപടിയായി ഉസ്മാൻ തങ്ങൾ പറയുന്നു, നബിയേ, നിസ്കരിക്കുന്നുണ്ട് നബിയേ, നോമ്പെടുക്കുന്നുണ്ട് നബിയേ, സകാത്ത് കൊടുക്കുന്നുണ്ട് നബിയേ, സ്വതക്ക ചെയ്യുന്നുണ്ട് നബിയേ, സ്വാലിഹീങ്ങളുമായി സാദാത്തുക്കളുമായി സംസാരിച്ചു കൊണ്ട് കടന്നു പോകുന്നുണ്ട് നബിയേ. പക്ഷേ ഈമാനികമായൊരു മാധുര്യമൊന്ന് കടന്നു വരുന്നില്ല നബിയേ. ഈമാനികമായൊരു മാധുര്യം ഒന്ന് കടന്നു വരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഈമാനികമായ സന്തോഷം കടന്നു വരാൻ, ആ ഒരു ഈമാനികമായ ആനന്ദം എന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാൻ, അതിന് വേണ്ടുന്ന ഉപദേശം ഹബീബിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീഴാൻ ഞാൻ കാതോർത്തുകൊണ്ട് കാക്കുന്ന നബിയെ. മുസ്തഫായ നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാൻ, ശരിയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക, മദീനയിലേക്കൊന്ന് കടന്നു പോവുക. മദീനയിലേക്കൊന്ന് കടന്നു പോയിട്ട് മുഴുവൻ സ്വഹാബത്തിനോടും പറയുക, എല്ലാവരെയും അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നെന്ന് പറയുക. സ്വഹാബാക്കളെ വിളിക്കാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് ഓടുകയാണ്. മദീനയുടെ ചാരത്തോടെ ഓടി ഓടി പോയിട്ട് അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണുന്ന സ്വഹാബത്തിനോടൊക്കെ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബാ, എല്ലാവരെയും റസൂലുള്ള വിളിക്കുകയാണ്. മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് വിളിക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് മുഴുവനും വലിച്ചെറിയുകയാണ്. എല്ലാവരും ഒരുപോലെ ഓടുന്നത് അവിടെ ഇലാ
ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കാണ് കടന്നു പോകുന്നത്. എല്ലാവരും കടന്നു ചെന്നുകൊണ്ട് റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ മദീനയുടെ മണൽപ്പരപ്പിന്റെ രാജകുമാരന്റെ സമക്ഷത്തില് സന്തോഷത്തിന്റെ പെയ്മാരികൾ പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. അല്ലാഹുവേ, സ്വഹാബത്തിരിക്കുന്നു. എല്ലാവരെയും റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടിലേക്കൊന്ന് നോക്കുകയാണ്. എന്തേ റസൂലുള്ള പറയുന്നത്, എന്തേ ഹബീബ് അവിടെന്ന് പറയാൻ പോകുന്നത്? ആവേശത്തിന്റെ തിരമാല മനസ്സിന്റെ ഉള്ളില് മലീമസമാകാതെ അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആർജവത്തോടെ ചെയ്തുകൊണ്ട് സ്വഹാബത്തിരിക്കുകയാ. അപ്പോഴാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു. ഉസ്മാൻ, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ആ ഒരു ചോദ്യം ഒന്നുകൂടെ ഇരിക്കുന്ന സ്വഹാബത്തിന് മനസ്സിലാക്കാറൊന്ന് ചോദിക്കുവോ എന്ന് പറയുമ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കാൻ തുടങ്ങുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മാത്രമാണ് കടന്നുപോയത്. റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ എനിക്ക് കുറച്ച് കാര്യം അറിയണം, ഈമാൻ കിട്ടണം, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടണം. യഥാർത്ഥത്തിൽ ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിസ്കരിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ തോളിൽ പക്ഷിപറവാദികൾ കടന്നിരിക്കും. അത്ര നിശബ്ദമായ അല്ലാഹുവുമായിട്ടുള്ള വിശ്വാസത്തിന്റെ വിശ്വരൂപം കാണിച്ച ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടണമെന്നാ. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടണം. ആ ഒരു സന്തോഷത്തോടു കൂടി ചോദിച്ചതാണ്. നമുക്ക് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാഷയോ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിയാതെ വന്നാൽ ക്ഷമിച്ചേക്കാം. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. എല്ലായിടത്തും ഞാൻ പറയുന്ന ചെറിയൊരു തമാശയാണ്. ഞാൻ തമാശയായിട്ടല്ല, ഞാൻ കാര്യം മനസ്സിലാക്കാൻ പറയാ. ഒരുപക്ഷെ പറയുമ്പോൾ എന്തെങ്കിലും അറിയാതെ വന്ന് പോയാൽ നിങ്ങൾ പൊരുത്തപ്പെട്ടേക്കണം. കാരണം ഞാൻ ആരെയും പേരോ ഒന്നും എനിക്കറിയില്ല, മനഃപൂർവ്വം ഒന്നുമില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതൊന്ന് പറയാം, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾ അതിൽ സ്വർഗം തരട്ടെ. നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്ത് നിങ്ങൾ കേട്ട് കാണും. എന്നാലൊന്ന് പറയാൻ, വാളിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മുത്ത് നബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നൊരു ജീവിയുണ്ട്, അതിൻ്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. അതിൻ്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുപോലെ ഉസ്താദന്മാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും ചിരിക്കാണ്, എല്ലാവരും പൊട്ടി പൊട്ടി ചിരിക്കാണ്. ഞാൻ വിചാരിച്ചു, പടച്ചോനെ, കാസർഗോഡ് ഭാഗത്ത് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ചീത്ത വല്ലോ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു നോക്കി, വെള്ളിമൂങ്ങ. അപ്പോഴും ചിരിയ ആൾക്കാർ. ഞാൻ പതുക്കെ മൈക്ക് ഓഫ് ആക്കിയിട്ട് പള്ളിയിൽ ഉസ്താദ് വ്യാഖ്യാനിട്ട് ചോദിച്ചു, ഉസ്താദെ, ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ചീത്ത അല്ലാണോ? ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മൈക്ക് ഓഫ് ആക്കി. ആ മൈക്ക് ഓഫ് ആക്കി എന്ന് പറഞ്ഞു. ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാലേ നമ്മുടെ പള്ളി പ്രസിഡന്റിനെ ആൾക്കാർ വിളിക്കണ പേരാ വെള്ളിമൂങ്ങ എന്ന് പറയാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ മൂപ്പര് വേദിയിലുണ്ട്, ഇത് നമുക്കറിയോ? അപ്പൊ അതുകൊണ്ട് അറിയാതെ എന്തെങ്കിലും വന്ന് പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അതുകൊണ്ട് പറയാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, നബിയെ പഠിപ്പിക്കണം. ചൊല്ലി റസൂലുള്ളാഹ് പറയുന്നൊളിവേ ഏറ്റ കോരോമാല പറയുന്നോരുത്തേ ോടയും തന്നെ പറയുന്നോ വന്നേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടന്ന് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ നിസ്കാരം ഒന്ന് സന്തോഷമാകണോ, നിങ്ങളുടെ സ്വതക്കയൊന്ന് സന്തോഷമാകണോ, അള്ളാഹുവിന്റെ പരിപാവനമായ ദീന് പറയുന്ന ഖുർആൻ പറയുന്ന സദസ്സിലേക്കൊന്ന് കടന്നു വരാ. ഈമാനികമായ പാരമ്പര്യത്തിന്റെ സന്തോഷത്തിന്റെ സൗരമ്യത ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണോ സ്വഹാബ. ഉദ്കുറുൽ മനിയാ, നിങ്ങളുടെ മരണത്തെ പറ്റി ഒന്ന് ഓർക്കലാ വേണ്ടുന്നത്. ആറടി മണ്ണാകുന്ന ഖബറിനെ പറ്റിയുള്ള ചിന്തയാ വേണ്ടുന്നത്. അല്ലാഹുവേ, സ്വഹാബത്തിനോട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് വല്ലാത്തൊരു കഥയാണ്. മരണത്തെ പറ്റിയാൻ, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാൻ, അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമായ സദസ്സുകളിലേക്കൊന്ന് കടന്നു വരാ. യാ അല്ലാഹ്,
ഈമാനിന്റെ മാധുര്യത്തോടെ സദസ്സിലൊന്ന് അവസാനത്തെ സമയം പരിഹരിക്കാൻ ഒരു മനുഷ്യനിക്ക് കഴിയണോ? അതാ അവന്റെ മരണത്തെ പറ്റിയുള്ള ചിന്തയാണ്. ആ ഒരു ചിന്തയോടുകൂടി കടന്നു വന്നാൽ റസൂലുള്ളാഹി ആണയിട്ട് പറയുന്നു, വല്ലാഹി അവൻ സന്തോഷത്തിന്റെ പെയ്മഴക്കാലത്തിലാണ്. അവന്റെ ഈമാനികമായ ചിന്ത അവന്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുന്നു. കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, അടുത്ത സെക്കൻഡിൽ ഞാനില്ലല്ലോ, എൻ്റെ ബാപ്പയില്ലല്ലോ, ഉമ്മയില്ലല്ലോ, കൂട്ടുകാരില്ലല്ലോ. ഇന്നലെ വരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ ചാരത്തേക്ക് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്നു പോയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ, സഹോദരങ്ങളില്ലല്ലോ, സഹപാഠികളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിന്തയാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് എൻ്റെ ചെറുപ്പക്കാരാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനികമായ ചിന്ത കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പരിപാവനമായ പരിശുദ്ധമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്ന് കേൾക്കുമ്പോ മരണത്തെ പറ്റി ഓർമ്മ ഉള്ളവർക്ക് പടച്ചവന്റെ പള്ളിക്കുള്ളിൽ കയറി വന്നിട്ട് നല്ലതുപോലെ ഒന്ന് പറയാൻ പറ്റോ? നല്ലതുപോലെ ഖുർആൻ ഓതാൻ പറ്റോ? നല്ലതുപോലെ യാസീൻ ഓതാൻ പറ്റോ? പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ പറ്റോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഫഖദ് ഖസറ ഖുസ്റാന, അവൻ പരാജയത്തിന്റെ പടുകുഴിയിലൂടെ കടന്നു പോകുമെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ. ഒന്ന് മരണത്തെ പറ്റി ചിന്തിക്കാം. നേരം വെളുത്ത് ഇത്രയും നേരമായി ഞാനും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ദുനിയാവിന്റെ പുറത്തൂടെ കടന്നു വരാൻ കച്ചവടത്തിന്റെ, ബിസിനസിന്റെ എല്ലാ മേഖലയും നമ്മൾ ചർച്ച ചെയ്തു. ഒരു സെക്കൻഡ് ഞാനോ നിങ്ങളോ നമുക്ക് വരാനിരിക്കുന്ന നമ്മുടെ മരണത്തെ പറ്റി ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടില്ല. വേറൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ ചെയ്തു. ഒരുപാട് വട്ടം നമ്മൾ പല പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സഹോദരങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കുക. ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾ പറയാം അവരെന്തൊക്കെയോ പറഞ്ഞു, ഓൻ്റെ വഴിക്കും പോയി, നമ്മൾ നമ്മുടെ വഴിക്കും പോയി. അതുപോലെ അവർ ശ്രദ്ധിച്ചു കേട്ട ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടും.